വർഗീയ ധ്രുവീകരണം. ലോകമെമ്പാടും ഏകാധിപത്യ ഭരണാധികാരികൾ തങ്ങളുടെ ഭരണം ഉറപ്പിച്ചു നിർത്തുവാനും ജനരോക്ഷം അടക്കി നിർത്തുവാനും വേണ്ടി എടുത്തുപയോഗിച്ചിട്ടുള്ള ക്രൂരവും പൈശാചികവുമായ ഏറ്റവും വലിയ ആയുധം. 1857 ഇന്ത്യയിൽ ഈ ആയുധം എടുത്തുപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അന്നത്തെ ഇന്ത്യയുടെ ഹിന്ദു മുസ്ലിം ഐക്യത കണ്ട് ഭയന്ന അവർ അന്ന് എടുത്തു വിതച്ച ആ വിഷവിത്തുകൾ സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ മണ്ണിൽ കൂടികുത്തി വാഴുകയാണ്. എന്താണ് വർഗീയ ധ്രുവീകരണം? ഇതെവിടെ പോയി അവസാനിക്കും? നമ്മുടെ വരാൻ പോകുന്ന നാളുകളെ വിഴുങ്ങാൻ നിൽക്കുന്ന വർഗീയ ശക്തികൾക്ക് തടയിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജസ്റ്റ് തിങ്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.